വസ്ത്രം സ്ത്രീ സുരക്ഷയാണോ എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയാറുണ്ട് വസ്ത്രം, നല്ല വസ്ത്രം എന്നുള്ളത് സ്ത്രീക്ക് സുരക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം സ്ത്രീയോട് വസ്ത്രം പരമാവധി മൂടിവെക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്, ഹിജാബ് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ത്രീക്ക് സുരക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ നിഷേധിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ സമൂഹം പഠിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക സുരക്ഷയൊന്നും വസ്ത്രം ധരിക്കുന്നത് കിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പിന്നെ അവർ ചോദിക്കും, അങ്ങനെ എന്താ പറയുക, വസ്ത്രമിട്ടിട്ടും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഹെൽമെറ്റ് നമുക്ക് സുരക്ഷ നൽകുന്ന സംഗതിയാണ്. എന്ന് വെച്ച് ഹെൽമെറ്റ് ഇട്ടു എന്നതുകൊണ്ട് മാത്രം 100% ആരും അപകടത്തിൽ പെടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഒരു സുരക്ഷ നൽകുന്ന, ഒരു പരിധി വരെ സുരക്ഷ നൽകുന്നൊരു സംഗതിയാണ്. സമാനമായ രീതിയിൽ നമ്മൾ വസ്ത്രം സുരക്ഷയ്ക്ക് ഉപയുക്തമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ, കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് 2017 നടന്ന ഒരു റിവ്യൂ ആയിട്ടുള്ളൊരു പഠനം. അതായത് നിരവധി പഠനങ്ങളെ റിവ്യൂ ചെയ്തുകൊണ്ട് അവസ്ഥി എന്ന് പറയുന്ന ഒരു ഗവേഷകൻ നടത്തിയൊരു പഠനമാണ്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത്, നിരവധി പഠനങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾ വസ്ത്രം കുറഞ്ഞ് ധരിക്കുന്ന ഒരവസ്ഥയിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം, ആ സ്ത്രീയെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ അവിടെ ഒബ്ജക്റ്റുകളെ, അതായത് വസ്തുക്കളെ കുറിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ബ്രെയിൻ ഏരിയകളാണ് ആക്ടിവേറ്റ് ആവുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബ്രെയിന് ഒരു വസ്തുവിനെ കാണുന്നത്, പ്രോസസ്സ് ചെയ്യുന്ന ഒരു രീതി വ്യത്യസ്തമാണ്. അതേപോലെ ഒരു വ്യക്തിയെ കാണുമ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അതേസമയം വസ്ത്രം കുറഞ്ഞ ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷൻ്റെ ബ്രെയിൻ മാത്രമല്ല, മറ്റു സ്ത്രീകളുടെ ബ്രെയിൻ പോലും അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് കുറേ കൂടി വ്യക്തികളെ കാണുന്ന ആ ഒരു രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നതിന് പകരം വസ്തുക്കളെ കാണുന്ന രീതിയിൽ കൂടുതലായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വളരെ കൃത്യമായിട്ട് ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് വസ്ത്രം കുറയും തോറും ഒബ്ജക്റ്റിഫിക്കേഷൻ, അതായത് വസ്തുവൽക്കരണം കൂടും എന്നുള്ളതാണ്. അതായത് സ്ത്രീയെ വസ്തുവായി കാണുന്ന പ്രവണത കൂടും എന്നുള്ളതാണ് ശാസ്ത്രീയ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ കൃത്യമായിട്ട്. അപ്പോൾ